നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ എം.പി. രസ്ന. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ നിന്ന് 40,000-ഓളം ഇന്ത്യക്കാർ ഇതുവരെ ഹജ്ജിനെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് നാളെ ആരംഭിക്കും. സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകരിൽ കൂടുതലും ജിദ്ദയിലാണ് എത്തുന്നത്. കേരളത്തിൽ നിന്ന് സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം ഹജ്ജിനെത്തി. ഇതിൽ ഭൂരിഭാഗം തീർത്ഥാടകരും ജിദ്ദ വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത്. ഇവർ ജിദ്ദയിൽ നിന്ന് റോഡ് മാർഗം മക്കയിലേക്ക് പോകുന്നു. വിമാനത്താവളത്തിലെ മികച്ച സൌകര്യങ്ങൾ മൂലം പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ സാധിക്കുന്നുണ്ടെന്ന് തീർത്ഥാടകർ പറഞ്ഞു. മികച്ച സേവനമാണ് സൌദിയിൽ ലഭിക്കുന്നതെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും അൽ മബ്രൂക്ക് ഹജ്ജ് ഗ്രൂപ്പ് എംഡിയുമായ എം.എ. അസീസ് പറഞ്ഞു. വളരെ റാഹത്തായിട്ടാണ് ഈ തവണ വരാൻ കഴിഞ്ഞത്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വളരെ സുഖമായി വരുന്നു. കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് വന്നു. ഇവിടെ ഇറങ്ങി 2 മിനിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ 10 മിനിറ്റ് കൊണ്ട് എല്ലാവരുടെയും എമിഗ്രേഷൻ കഴിഞ്ഞു. പുറത്തിറങ്ങി ഉടൻ തന്നെ ബസ്സിൽ കയറാനും കഴിഞ്ഞു. വളരെയധികം സന്തോഷമായിട്ടുണ്ട്. ഇത്രയും എളുപ്പം കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് ഇത്രയും എളുപ്പത്തിൽ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് ആദ്യമായിട്ടാണ്. മെയ് 12 മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകർ 8 ദിവസത്തെ മദീന സന്ദർശനം കഴിഞ്ഞ് ഹജ്ജിന് മുമ്പായി മക്കയിൽ തിരിച്ചെത്തും. അതേസമയം കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർ നാളെ മുതൽ സൌദിയിലെത്തും. കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലൈനാസ് വിമാനം നാളെ വൈകുന്നേരം 5:30 ജിദ്ദയിലെത്തും. 430ഓളം തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുണ്ടാവുക. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർക്കായി 2518 വിമാനങ്ങൾ സർവീസ് നടത്തി. ഹജ്ജ് കമ്മിറ്റി വഴി 32,451 തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയത്. ഇതിൽ 27,000-ഓളം തീർത്ഥാടകർ മദീനയിലും ബാക്കിയുള്ളവർ മക്കയിലുമാണ് ഇപ്പോഴുള്ളത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവർക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ശമ്പളത്തോടുകൂടി 15 ദിവസം വരെ അവധി നൽകണമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. നിലവിലെ തൊഴിലുടമയ്ക്കു കീഴിൽ 2 വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവധി സംബന്ധിച്ച അവ്യക്തതകൾ നീക്കിയാണ് മന്ത്രാലയത്തിന്റെ പുതിയ വിശദീകരണം. തൊഴിലാളികൾക്ക് 10 മുതൽ 15 ദിവസം വരെ ശമ്പളത്തോടു കൂടിയ അവധിക്ക് അർഹതയുണ്ടാകും. ബലിപെരുന്നാൾ അവധി കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കാലാവധി കണക്കാക്കുന്നത്. എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് പ്രധാനമായും 2 നിബന്ധനകളാണ് മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത്. തൊഴിലാളി നിലവിലെ തൊഴിലുടമയുടെ കീഴിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും തുടർച്ചയായി ജോലി പൂർത്തിയാക്കിയിരിക്കണം. കൂടാതെ തന്റെ സർവീസ് കാലയളവിൽ ഒരു തവണ മാത്രമേ ഇത്തരത്തിൽ ശമ്പളത്തോടു കൂടിയ ഹജ്ജ് അവധിക്ക് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. മുമ്പ് ഹജ്ജ് നിർവഹിച്ചവർക്ക് ഈ അവധിക്ക് അർഹതയുണ്ടാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഒരേ സമയം എത്ര പേർക്ക് അവധി നൽകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ടാകും. സ്ഥാപനത്തിലെ ജോലികളെ ബാധിക്കാത്ത രീതിയിൽ ഓരോ വർഷവും അവധി നൽകുന്നവരുടെ എണ്ണം നിശ്ചയിക്കാൻ ഉടമയ്ക്ക് സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഹജ്ജ് തീർത്ഥാടനത്തിനായുള്ള ആരോഗ്യ നിബന്ധനകളും വാക്സിനേഷൻ മാർഗനിർദ്ദേശങ്ങളും സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി പുറത്തിറക്കി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ തീർത്ഥാടനത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് അതോറിറ്റിയുടെ തീരുമാനം. ഹജ്ജ് സീസണിൽ പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായാണ് സൗദി ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. മെനിഞ്ചൈറ്റിസ്, COVID-19 എന്നിവയ്ക്കുള്ള വാക്സിനുകൾ എല്ലാ തീർത്ഥാടകരും ജീവനക്കാരും എടുത്തിരിക്കണം. ആഫ്രിക്കൻ, അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് യെല്ലോ ഫീവർ വാക്സിനും ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പോളിയോ വാക്സിനും നിർബന്ധമാണ്. അതേസമയം ശാരീരിക ശേഷി കുറഞ്ഞവർക്കും ഗുരുതര രോഗബാധിതർക്കും ഇത്തവണ ഹജ്ജിന് അനുമതിയുണ്ടായിരിക്കില്ല. വൃക്കരോഗികൾ, ഹൃദയസ്തംഭനമുള്ളവർ, ശ്വാസകോശ രോഗികൾ, അവസാനഘട്ട ക്യാൻസർ ബാധിതർ എന്നിവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അമിത ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കുടകൾ ഉപയോഗിക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. മാസ്ക് ധരിക്കാനും ശുചിത്വം പാലിക്കാനും ശ്രദ്ധിക്കണം. യാത്രയ്ക്ക് 3 ആഴ്ച മുമ്പ് തന്നെ ശാരീരികക്ഷമത മെച്ചപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ തുടങ്ങണമെന്നും ആരോഗ്യവകുപ്പ് തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. 24 ജിദ്ദ. UAE-യിലേക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. കഴിഞ്ഞ മാസത്തേക്കാൾ 30% വർധനവാണ് ഈ മാസമുണ്ടായത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് വർധനവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ UAE-യിലേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ പുരോഗതിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 50% കുറവാണെങ്കിലും നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ ഇത് മികച്ച കണക്കാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ 30% വർധനവാണ് ഉണ്ടായത്.
ഒറ്റത്തവണ വന്ന് തിരിച്ചു പോകാനാകുന്ന വിസയോട് UAE-യിലേക്ക് വരുന്നവരുടെ താൽപ്പര്യം കുറഞ്ഞു. സംഘർഷ സാധ്യത പൂർണ്ണമായി അവസാനിക്കാത്തതിനാലാണ് ഒന്നിലധികം തവണ യാത്ര ചെയ്യാനാകുന്ന ഓപ്ഷൻ അധികം പേരും തിരഞ്ഞെടുക്കുന്നത്. സംഘർഷ സമയത്ത് സ്വന്തം രാജ്യങ്ങളിലേക്ക് പോയവർ മടങ്ങിയെത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ചില വിമാന കമ്പനികൾ ഇടയ്ക്ക് സർവീസുകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. ടൂറിസ്റ്റ് മേഖല പഴയ നിലയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ലെങ്കിലും മോശം അവസ്ഥയിലല്ല. 24 ദുബായ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നടപടികളെ അപലപിച്ച് GCC. സൗദിയിൽ ചേർന്ന ഗൾഫ് രാജ്യങ്ങളുടെ സംയുക്ത യോഗം ഇറാന്റെ നിലപാടുകളെ തള്ളി. അതേസമയം അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കരാറാകും ഇറാനുമായി ഉണ്ടാക്കുകയെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോ സുരക്ഷിത യാത്രയ്ക്ക് ഫീസ് ഈടാക്കുന്നതിനോ ഇറാന് യാതൊരു അവകാശവുമില്ലെന്ന് GCC രാജ്യങ്ങളുടെ യോഗം. ഇറാന്റേത് നിയമവിരുദ്ധ നടപടികളാണെന്നും യുദ്ധത്തിന് മുമ്പുള്ള നിലയിലേക്ക് കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ്, UAE രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒമാൻ യോഗത്തിൽ പങ്കെടുത്തില്ല. അമേരിക്കൻ നാവിക ഉപരോധം മൂലം ഇറാൻ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാൻ നിർബന്ധിതമാകുമെന്ന് അമേരിക്കൻ റഷ്യ സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. പ്രതിദിനം $50 കോടി പുറമെ $17 കോടി നഷ്ടം കൂടി ഇതിലൂടെ ഇറാൻ ഉണ്ടാകുമെന്നും ബെസന്റ് എക്സ്പോസ്റ്റിൽ പറഞ്ഞു. ഇറാന്റെ ഷാഡോ ബാങ്കിങ്ങും ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും ഷാഡോ കപ്പൽ വ്യൂഹവും ആയുധം വാങ്ങൽ ശൃംഖലയും ഇതിലൂടെ തകരുമെന്നും നടപടികൾ മൂലം ഇറാനിൽ നാണയപ്പെരുപ്പം ഇരട്ടിയാകുമെന്നും ബെസന്റ് പറഞ്ഞു. ഇറാൻ തകർച്ചയെ നേരിടുകയാണെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും ട്രംപ് ഇന്നലെ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരുന്നു. അതിനിടെ ലെബനോണിലെ വെടിനിർത്തൽ പാലിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാൻ UN രക്ഷാസമിതിയോട് ആവശ്യപ്പെട്ടു. ഇറാൻ എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്ത അമേരിക്കയുടെ നടപടി കടൽ കൊള്ളയാണെന്നും ഇറാൻ ആരോപിച്ചു. അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കരാറാകും ഇറാനുമായി ഉണ്ടാക്കുകയെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ AI ക്യാമറകൾ വഴി നൽകിയ ട്രാഫിക് പിഴകൾക്കെതിരെ പ്രതിഷേധം ശക്തം. സാങ്കേതിക സംവിധാനത്തിന്റെ കൃത്യതയും നടപ്പാക്കലും സംബന്ധിച്ച് പുതിയ വിവാദങ്ങളും ഉയർന്നു. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും ക്രിസ്റ്റീന ബെനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ട്രാഫിക് ക്യാമറകൾ വഴി ചുമത്തപ്പെട്ട പിഴകളിൽ ലക്ഷക്കണക്കിന് ഡോളർ മൂല്യമുള്ള തുക ഡ്രൈവർമാർ വിജയകരമായി അപ്പീൽ ചെയ്ത് ഒഴിവാക്കി. അധികൃത വിവരങ്ങൾ പ്രകാരം 2800-ലധികം ഡ്രൈവർമാർ അപ്പീൽ നൽകിയതിനെ തുടർന്ന് ഏകദേശം $2.2 മില്യൺ പിഴകൾ റദ്ദാക്കി. സീറ്റ് ബെൽറ്റ് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ഈ AI ക്യാമറകൾ ഇതിനകം ഏകദേശം $10 മില്യൺ പിഴകൾ ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ മാത്രം 54,000-ലധികം പിഴ നോട്ടീസുകൾ ഡ്രൈവർമാർക്ക് നൽകിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ സംവിധാനത്തിന്റെ കൃത്യതയെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നുണ്ട്. പെർത്ത് സ്വദേശിയായ ഒരു ഡ്രൈവർ ഉൾപ്പെടെ നിരവധി പേർ തെറ്റായ തിരിച്ചറിയലുകൾ കാരണം പിഴകൾ ലഭിച്ചതായി ആരോപിക്കുന്നു. ചില കേസുകളിൽ ഒരേ സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം പിഴ നോട്ടീസുകൾ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടെ വിമർശനങ്ങൾ ഉയർന്നിട്ടും അടുത്ത മാസങ്ങളിൽ കൂടുതൽ AI ക്യാമറകൾ സ്ഥാപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതേസമയം നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ പദ്ധതി വിപുലീകരിക്കരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. AI ക്യാമറകളുടെ ഉപയോഗം റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുമ്പോഴും കൃത്യതയും നീതിപൂർണമായ നടപ്പാക്കലും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇപ്പോഴത്തെ വിവാദം ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്റ്റീന ബെന്നി, 24 ഓസ്ട്രേലിയ. കിങ്ഡം ഓഫ് മാംഗോസ് എന്ന പേരിൽ സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാമ്പഴമേളയ്ക്ക് തുടക്കമായി. ഇന്നു മുതൽ മെയ് 5 വരെയാണ് മേള നടക്കുന്നത്. 30-ലധികം വൈവിധ്യമാർന്ന മാമ്പഴങ്ങളാണ് ഇത്തവണ വിപണിയിലുള്ളത്. സൗദിയിലെ പ്രധാന നഗരങ്ങളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളോടെയാണ് ഫെസ്റ്റിന് ഔദ്യോഗിക തുടക്കമായത്. ജിദ്ദയിൽ മക്ക മേഖലയുടെ ചുമതലയുള്ള പരിസ്ഥിതി, ജല, കൃഷി വകുപ്പ് മന്ത്രാലയം ജനറൽ ഡയറക്ടർ എഞ്ചിനീയർ വലീദ് ഇബ്രാഹിം അൽ ദാഗീസ് ഉദ്ഘാടനം ചെയ്തു. ലുലു ഹൈപ്പർ മാർക്കറ്റ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കെനിയയിലെ മലയാളി കൂട്ടായ്മയായ കേരള അസോസിയേഷൻ ഓഫ് കെനിയയ്ക്ക് ഇനി സ്വന്തം ഓഫീസ്. തലസ്ഥാന നഗരമായ നെയ്റോബിയിലാണ് പുതിയ ഓഫീസ് സമുച്ചയം. അസോസിയേഷൻ ചെയർമാൻ ജോലറ്റ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കെനിയയിലെ മലയാളി സമൂഹത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ദിനം. വർഷങ്ങളായ പരിശ്രമങ്ങളും തലമുറകളുടെ കാത്തിരിപ്പും ചേർന്നാണ് കേരള ഹൌസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. കേരള അസോസിയേഷൻ ഓഫ് കെനിയയെ സംബന്ധിച്ച് ഇന്നൊരു ചരിത്ര ദിവസമാണ്. ഇന്ന് കേരള അസോസിയേഷന്റെ ഒരു ഓഫീസ് തലസ്ഥാന നഗരമായ നൈറോബിയിൽ തുറന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കേരള അസോസിയേഷൻ ചെയർമാൻ ജോലറ്റ് എബ്രഹാം എന്താണ് പറയാനുള്ളത്? നമസ്കാരം. വളരെ വളരെ അഭിമാനമുണ്ട് ഇങ്ങനൊരു ഓഫീസ് കെനിയയുടെ തലസ്ഥാന നഗരമായ നെയ്റോബിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഇതൊരു ചരിത്രം തന്നെയാണ്. 71 വർഷം പഴക്കമുള്ള ഈ കേരള അസോസിയേഷനെ ഇന്ന് ഇവിടെ ഒരു അഡ്രസ്
നമുക്ക് ചെയ്യാൻ പറ്റി. അത് നമ്മുടെ ഈ കമ്മിറ്റിയും മുൻകാലത്തുള്ള കമ്മിറ്റികളുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ തന്നെയാണ്. ഇത് കെനിയയിലെ മലയാളികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾക്ക് കെനിയെ അറിയാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനം കൂടിയാണിത്. തീർച്ചയായിട്ടും they can contact us on our address. We have our hotline numbers which we will share. അതിൽ കൂടെ ഞങ്ങളെ ബന്ധപ്പെടുക, ഞങ്ങളെ പറ്റി അറിയുക. എന്തെങ്കിലും വിവരങ്ങൾ if you want to know, we can definitely share with you. So definitely this is a ആഗോള തരത്തില് എല്ലാ മലയാളികളുടെ ഒരു പ്രസ്ഥാനം കൂടെയാണ്. കേരള പിറവിക്ക് മുമ്പ് ഉണ്ടായ അസോസിയേഷനാണ്. 1954 ഫോം ആയ അസോസിയേഷനാണ്. അന്ന് തന്നെ ഇതിന് കേരള അസോസിയേഷൻ എന്ന് പേരിട്ടിരുന്നു. അതാണ് അന്നത്തെ ഉണ്ടായ ആൾക്കാരുടെ ഒരു മുൻകാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം തുടർച്ചയായിട്ട് എല്ലാ വർഷവും കേരള അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഡാൻസ് ക്ലാസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടും ഞങ്ങളുടെ ഓഫീസായിട്ട് പ്രവർത്തിക്കാനും മലയാളം ക്ലാസ്സുകൾ നടത്താനും ഒക്കെ ഇതൊരു വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലമായിരിക്കും. തുടർന്ന് കേരള അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മെമ്പേഴ്സിന്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മലയാളികളായ വിസിറ്റേഴ്സിന്, അടുത്ത കാലത്ത് നെഹ്റു ഒരു ട്രാജഡി ഉണ്ടായപ്പോഴും ഞങ്ങളെല്ലാം മുൻകൈ എടുത്താണ് അതിനുവേണ്ട സഹായങ്ങൾ, പ്രത്യേകിച്ചും ചെയർമാന്റെ നേതൃത്വത്തിൽ വളരെ സഹായങ്ങൾ ചെയ്തു കൊടുത്ത്. അന്നൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ഓഫീസില്ലായിരുന്നു. ഇനി നമുക്ക് ധൈര്യമായിട്ട് പറയാം, നമുക്ക് അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പോകാനായിട്ട് സ്വന്തമായ ഒരു സ്ഥലമുണ്ട്. കേരള ഹൗസ് ഇനി ഇതൊരു സ്ഥലം മാത്രമല്ല, ഒരു തിരിച്ചറിവാണ്, ഒരു തലമുറ സൃഷ്ടിച്ച പാരമ്പര്യം, വരാനിരിക്കുന്ന തലമുറകൾ ഹൃദയത്തോടെ കൈമാറുന്ന ഒരു അടയാളം. ഷെറിയോ ഹനാൻ, 24 കെനിയ. എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിശോധിക്കാം. എക്സാക്ട് ആകുമോ എക്സിറ്റ് പോളുകൾ? കേരളത്തിൽ ഭരണമാറ്റമെന്ന എക്സിറ്റ് പോൾ സർവേകൾ. UDF ഭരണം പിടിക്കുമെന്നാണ് പ്രമുഖ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ. BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് മിക്ക സർവേകളുടെയും കണക്ക്. LDFന് തുടർഭരണമില്ലെന്ന എക്സിറ്റ് പോളുകൾ. പരമാവധി 69 സീറ്റുകൾ വരെയാണ് LDFനുള്ള സാധ്യത. UDF 71 മുതൽ 79 സീറ്റുകൾ വരെ നേടുമെന്ന് P-മാർക്ക് ഏജൻസിയുടെ എക്സിറ്റ് പോൾ. LDFന് 62 മുതൽ 69 സീറ്റുകൾ വരെ. ആക്സിസ് മൈ ഇന്ത്യയും ദേശ് കാ വെർഡിക്റ്റും UDF 90 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന് പറയുന്നു. പീപ്പിൾസ് സർവേയിൽ UDFന് 85 സീറ്റുകൾ. മധ്യ കേരളം UDF തൂത്തുവാരുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ. വടക്കൻ കേരളത്തിലും UDF ആധിപത്യം. തെക്കൻ കേരളത്തിൽ LDFന് മേൽക്കൈ. NDTV സർവേയും സമാനം. NDTV പോൾ ഓഫ് പോളും സമാനം. പീപ്പിൾസ് ഇന്ത്യ സർവേയിൽ BJPക്ക് 14 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് കണക്ക്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് ഭൂരിപക്ഷം സർവേകളും പറയുന്നു. ഏതാണ്ട് എല്ലാ സർവേകളും UDF വിജയിക്കുമെന്ന് പറയുമ്പോഴും ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരുടെയും പിന്തുണ പിണറായി വിജയന്. മുഖ്യമന്ത്രി ചർച്ച സജീവമായ കോൺഗ്രസിൽ കൂടുതൽ പേർ പിന്തുണച്ചത് VD സതീഷിനെ, 21% പേർ. രമേശ് ചെന്നിത്തല 8%, KC വേണുഗോപാലിനെ 3% പിന്തുണച്ചു. എക്സിറ്റ് പോളുകൾ ശരിയാകുമോ അതോ പാടുമോ? വോട്ടെടുപ്പിന്റെ യഥാർത്ഥ ഫലമറിയാൻ ഇനി 5 ദിവസത്തെ കാത്തിരിപ്പ്. ഇലക്ഷൻ ഡെസ്ക്, 24. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പതനം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 5 ഏജൻസികൾ BJP അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. 142 മുതൽ 208 സീറ്റ് വരെ നേടി BJP അധികാരം പിടിച്ചേക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. 187 സീറ്റ് പ്രവചിക്കുന്ന പീപ്പിൾസ് പൾസ് മാത്രമാണ് തൃണമൂലിന് തുടർഭരണം പറയുന്നത്. ഇടതു പാർട്ടികൾ 4 സീറ്റ് വരെ നേടുമെന്നും സർവേകൾ പ്രവചിക്കുന്നു. ബംഗാളിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് വോട്ട് ശതമാനത്തിൽ പാർട്ടികൾ കുതിക്കുന്നതും വൻ വീഴ്ച ഉണ്ടാകുന്നതുമാണ് 2000-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ കാണിച്ചിട്ടുള്ളത്. 2021 അത്തരമൊരു വൻ കുതിപ്പ് നടത്തിയാണ് വെറും 3 സീറ്റിൽ നിന്ന് BJP 77 സീറ്റിലേക്ക് ഉയർന്നത്. ഇത്തവണ മറ്റൊരു സ്വപ്ന കുതിപ്പ് BJP നടത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പീപ്പിൾസ് പൾസ് തൃണമൂലിനാണ് ഭൂരിപക്ഷം പ്രവചിക്കുന്നത്. പക്ഷേ 2 തവണ തുടർച്ചയായി ഒറ്റയ്ക്ക് 200 സീറ്റ് മറികടന്ന പാർട്ടിക്ക് ഇത്തവണ അതുണ്ടാവില്ലെന്നാണ് പ്രവചനം. 148 സംസ്ഥാനത്തെ മാന്ത്രിക സംഖ്യ. 2021 എക്സിറ്റ് പോളുകളെ തിരുത്തി ബംഗാൾ വിജയം നൽകിയ ചരിത്രം തൃണമൂലിന് മുന്നിലുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ കാര്യമാക്കേണ്ടെന്നാണ് തൃണമൂൽ നേതാക്കൾ പറയുന്നത്. 24 കൊൽക്കത്ത. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും തുടർഭരണം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പുറത്തുവന്ന ഫലങ്ങളിൽ ഭൂരിഭാഗവും ഇതേ ഫലമാണ് പ്രവചിക്കുന്നത്. എന്നാൽ ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ വിജയുടെ തമിഴക വെട്രികഴകം അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. 234 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. മാജിക് നമ്പർ 118. പീപ്പിൾസ് പോൾ, മാട്രിക്സ്, P-മാർക്ക്, ടുഡേയ്സ് ചാണക്യ, അഗ്നി തുടങ്ങി വിവിധ സർവേ ഫലങ്ങളിലെല്ലാം 120 മുതൽ 160 വരെ സീറ്റുകൾ DMK സഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഏറെ പ്രചാരത്തിലുള്ള ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ വിജയുടെ TVK തമിഴകം തൂത്തുവാരുമെന്ന് പ്രവചിക്കുന്നു.
98 മുതൽ 120 സീറ്റുകൾ വരെ TVKക്ക് ലഭിക്കും. 92 മുതൽ 110 സീറ്റുകൾ വരെയാണ് DMK സഖ്യത്തിന് പ്രവചിക്കുന്നത്. ADMK സഖ്യം 22 മുതൽ 32 വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങും. JVC സർവേയിലും വോട്ട് വൈബ് CNN സർവേയിലും മാത്രമാണ് അണ്ണാ DMK സഖ്യത്തിന് അനുകൂലമായി പറയുന്നത്. ഇരു സർവേകളിലുമായി 124 മുതൽ 147 സീറ്റുകൾ വരെയാണ് പ്രവചനം. TVKക്ക് 1 മുതൽ 42 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന സർവേ ഫലങ്ങളുമുണ്ട്. പുതുച്ചേരിയിൽ NR കോൺഗ്രസ് നേതൃത്വം നൽകുന്ന NDA സഖ്യം തുടരുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ആകെയുള്ള 30 സീറ്റുകളിൽ 16 മുതൽ 20 സീറ്റുകൾ വരെ NR കോൺഗ്രസ് സഖ്യം നേടും. 6 മുതൽ 8 സീറ്റുകൾ വരെയാണ് DMK കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുക. TVK 2 മുതൽ 4 സീറ്റുകൾ വരെ നേടുമെന്നും പ്രവചിക്കപ്പെടുന്നു. 24 ചെന്നൈ. അസമിൽ BJPക്ക് ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. BJP 82 മുതൽ 101 സീറ്റ് വരെ നേടി അധികാരം നിലനിർത്തുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. കോൺഗ്രസ് 15 മുതൽ 36 സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം. പ്രീ പോളുകൾ ഒന്നാകെ പറഞ്ഞത് BJPയുടെ തുടർഭരണം. വോട്ടെടുപ്പ് കഴിഞ്ഞ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴും അതിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി BJP തേരോട്ടമെന്നാണ് പ്രവചനം. ഗൌരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ പുതിയ ആവേശം കോൺഗ്രസ് ക്യാമ്പിൽ കണ്ടതാണെങ്കിലും മാന്ത്രിക സംഖ്യയായ 64-നടുത്തേക്ക് ഇത്തവണയും എത്താനാകില്ലെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. 10 വർഷം അധികാരത്തിൽ ഇരുന്നതിന്റെ ഭരണവിരുദ്ധ വികാരം വോട്ടാവില്ല. ഹിമന്ത ബിശ്വ ശർമ്മ കൂടുതൽ കരുത്തനായി. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി. ഒപ്പം കുടിയേറ്റ വർഗീയ വിഷയങ്ങളിലൂടെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണവും ഇത്തവണ സാധ്യമായേക്കാം. ഭിന്നിച്ചു പോകുന്ന പ്രതിപക്ഷ വോട്ടുകളും BJPയുടെ കുതിപ്പിന് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. 24 കൊൽക്കത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.